Shala Learning, it's me, Sri Bhama SB. അപ്പൊ മക്കളെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ്, ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷമാണ് മക്കളെ കാണാൻ വേണ്ടി മിസ് വരുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് നല്ല മക്കളായിട്ടിരിക്കുക. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് പരീക്ഷാകാലൊക്കെ വരാണ്, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടോപ്പിക്, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ കാണത്തില്ല. ആ ടോപ്പിക്ക് ചിലപ്പോൾ ഒരു 1 മാർക്കിനൊക്കെ എക്സാമിന് ചോദിച്ചാൽ അടിപൊളിയായിട്ട് അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചാൽ സീഡ്സ് ആൻഡ് സീഡ്സ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ചാപ്റ്ററിന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ, മിസ് എന്താ വെച്ചിട്ടുള്ളത്? നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണോ ചിക്കൻ ബിരിയാണി കഴിക്കാൻ? നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും, ചിലർക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ഫുഡ് ആയിരിക്കും ചിക്കൻ ബിരിയാണി അല്ലേ. അപ്പൊ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മാത്രമാണോ, റൈസ് മാത്രമാണോ? അല്ല, അതിൽ കുറെ കട്ട് ചെയ്ത് കുറെ വെജിറ്റബിൾസും ആഡ് ചെയ്യും അല്ലേ. അപ്പൊ ഈ വെജിറ്റബിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഓർമ്മ വരും? ചിലര് വെജിറ്റേറിയൻ ആയിരിക്കും, ചില നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. വെജിറ്റേറിയൻകാർക്ക് പിന്നെ അത് മാത്രമേ ഉള്ളൂ. നോൺ വെജിനാണെങ്കിൽ വെറൈറ്റി കുറെ സാധനങ്ങളില്ല അല്ലേ. അപ്പൊ ബിരിയാണിയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കുറെ സാധനം ഉണ്ട്. തക്കാളി ആഡ് ചെയ്യും, ആൻഡ് അതുപോലെ ഒനിയൻ ആഡ് ചെയ്യും, ടൊമാറ്റോ, ഒനിയൻ, ഗ്രീൻ ചില്ലി ആൻഡ് കറിവേപ്പില, കറി ലീവ്സ് ഒക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ വെജിറ്റബിൾസ് എവിടെ നിന്നാ ഉണ്ടായത്, എവിടെ നിന്നാ അത് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയോ? എവിടെ നിന്ന് ഈ ഫ്രൂട്ട്സ് ഒക്കെ കമ്മിങ് ഫ്രം എന്ന് പറയില്ലേ. നമ്മള് മിസ് എവിടെയാ ചോദിച്ചാൽ മിസ് ഐ എം കമ്മിങ് ഫ്രം പാലക്കാട് പറയും. എന്റെ വീട് പാലക്കാട് ആയതുകൊണ്ട് പാലക്കാടാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട് വേറെ ആർ യു കമ്മിങ് ഫ്രം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഫ്രം കാലിക്കറ്റ്, ഫ്രം കണ്ണൂർ, എവിടെയെങ്കിലും നിങ്ങൾ പറയും, നിങ്ങളുടെ വീടിന്റെ സ്ഥലം പറയും. അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്കറിയോ? യെസ്, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദേ പിടിച്ചോ. ഫസ്റ്റ് വൺ വന്ന് നമ്മുടെ ടൊമാറ്റോ. എല്ലാവർക്കും ഇഷ്ടമാണോ? തക്കാളി കഴിക്കാനൊക്കെ ഇഷ്ടമാണോ? അപ്പൊ തക്കാളി, അതുപോലെ ഗ്രീൻ ചില്ലി, നല്ല എരിവ് അല്ലെ. നമ്മുടെ പച്ചമുളകൊക്കെ കഴിച്ചു പോലെ നമ്മൾ പറഞ്ഞ് വലിക്കും അല്ലെ. പച്ചമുളക്, പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഇഷ്ടമാണോ? മിസ്സിന് ഭയങ്കര ഇഷ്ടമാട്ടോ. മിസ് ജസ്റ്റ് പറയുന്നതാണ്, മിസ്സിന് ഭയങ്കര ഫേവറേറ്റ് ആണ്. നല്ല പൊട്ടറ്റോ ഫ്രൈയും ചോറും കൂടെ കൂട്ടി കഴിക്കാൻ മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാ വന്നത് നിങ്ങൾക്കറിയോ? ഇതൊക്കെ വന്നിട്ടുള്ളത് അങ്ങ് ദൂരെ സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. പല സാധനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ. പല സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് മിസ്സി പറഞ്ഞിട്ടുള്ള ഈ ഫ്രൂട്ട്സ്. നമ്മുടെ ടൊമാറ്റോ, ഗ്രീൻ ചില്ലി ഒക്കെ വന്നിട്ടുള്ളത് അങ്ങ് ദൂരെ സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. റെഡി. ആൻഡ് അടുത്ത ഒരാളാണ് ക്യാബേജ്. ക്യാബേജ് എവിടുന്നാ വന്നിട്ടുള്ളത് എന്നറിയോ? യൂറോപ്പിൽ നിന്നാ വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. യൂറോപ്പിൽ നിന്നാണ് ക്യാബേജ്, അതുപോലെ പയറൊക്കെ വന്നിട്ടുള്ളത്. ഫ്രം അമേരിക്ക കെയിം എ കോഫി ബീൻ, അതുപോലെ ഗ്രീൻ ബിന്ദി, ഇവരൊക്കെ വന്നിട്ടുള്ളത് അങ്ങ് ദൂരെ ആഫ്രിക്കയിൽ നിന്നാ. അപ്പൊ ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന, നമ്മൾ വളരെ സുഖമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പല സാധനങ്ങളും പല കൺട്രിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കണ്ടോ? ക്യാബേജ് തോരൻ ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടാവില്ല. മിസ്സിന് അത്ര ഇഷ്ടമില്ലാത്ത സാധനമാണ് ക്യാബേജ്, പലർക്കും ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ ഈ ക്യാബേജ് തോന്നുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി ആലോചിക്കുക, ഇത് എവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തതാണ്? യൂറോപ്പിൽ നിന്ന്. അങ്ങ് യൂറോപ്പിലുള്ള സാധനമാണ് നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. റെഡി. ഇതൊക്കെ കുഞ്ഞു സാധനങ്ങളാണ്, പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം ചിലപ്പോൾ ഒരു 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാലോ. സോ നോക്കൂ, അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ ടൊമാറ്റോ, പൊട്ടറ്റോ, ഗ്രീൻ ചില്ലി വന്നിട്ടുള്ളത്. അതുപോലെ ക്യാബേജ് യൂറോപ്പ്, പീ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ദേ ക്രോസ് ദ ലാൻഡ്, ദേ ക്രോസ് ദ സീ അല്ലേ. കടലിനൊക്കെയാണ് കുറെ പണ്ട് കാലൊക്കെ കടൽ വഴിയൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് ദൂരെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് പല സാധനങ്ങളും. ഇവിടുന്ന് പലതും കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ കുരുമുളക് സാധനങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് കൊണ്ടിലും വാങ്ങലൊക്കെയാണല്ലോ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ and a mango sang come in എന്നൊക്കെ പറയുന്നു. and orange smile inside the skin, welcome to India. അപ്പൊ ഇന്ത്യയിലുള്ള കുറെ പേര് ബനാനയൊക്കെ പറയാ വെൽക്കം ടു ഇന്ത്യ, വരൂ ഇന്ത്യയിലോട്ട് വരൂ. അപ്പൊ ഇന്ത്യയിലുള്ള സാധനങ്ങളുണ്ട്, നമ്മുടെ റൈസും അതുപോലെ പല സാധനങ്ങൾ അല്ലെ. ബനാനയും ഒക്കെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടെന്നാണ് പറയുന്നത്. മേത്തി, സ്പിനാച്ച്, ബ്രിഞ്ചാൽ, റാഡിഷ്, നോട്ടഡ് ഹിസ് ഹെഡ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഓരോരോ സ്ഥലത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോരോ സാധനങ്ങൾ വെജിറ്റബിൾസിൽ ഏതെങ്കിലും ഫ്രൂട്ട്സിൽ ഏതെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് എവിടെ നിന്ന്, വേറെ
എവിടെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്, വേർ കമ്മിങ് ഫ്രം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. റെഡി? അപ്പൊ ഒരു കുഞ്ഞു കാര്യമാണ്, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുഞ്ഞു കാര്യമാണ്. അപ്പൊ എല്ലാ മക്കളും ഇത് ശ്രദ്ധിച്ച് ഇനി അങ്ങോട്ടേക്ക് നോക്കുക. ഏതെങ്കിലും ഒന്നിന്റെ, അപ്പൊ മിസ് വേണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് തരാം. കിവി ഫ്രൂട്ട് കേട്ടിട്ടുണ്ടോ? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അല്ലേ? വേണ്ട, ജാക്ക് ഫ്രൂട്ട് പിടിച്ചോ. ജാക്ക് ഫ്രൂട്ട് എവിടെ നിന്നാ കമ്മിങ് ഫ്രം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് മിസ്സിന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ മിസ് വെയിറ്റ് ചെയ്യും നിങ്ങളുടെ കമന്റിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. ബാക്കി വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. സീ യു മക്കളെ. ബൈ.